പണ്ടൊക്കെ ഒരു സാലഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഓടിപ്പോയി ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു സവോള എല്ലാം കൂടെ എടുത്ത് വെച്ച് മുറിച്ച് വെച്ചിട്ട് കുറച്ച് നാരങ്ങ നീരും ഉപ്പും കുരുമുളക് പൊടി ഇടും. ഇതായിരുന്നു ഒരു സാലഡ്. എന്നാൽ ഇപ്പോൾ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ വ്യത്യാസമുള്ള ഒരു സാലഡ് നോക്കാം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് കുറച്ച് കുക്കുംബർ അരിഞ്ഞത്, കുറച്ച് സവോള അരിഞ്ഞത്, കുറച്ച് ദിൽ ലീവ്സ് അരിഞ്ഞത്, പിന്നെ കുറച്ച് തൈര്. കുക്കുംബർ ഇത്രയും കട്ടി കുറച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ദിൽ ലീവ്സും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. സബോള സാധാരണ അരിയുന്ന പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് കുറച്ച് തൈരെടുക്കുക. ഞാനിവിടെ നല്ല കട്ട തൈരാണ് എടുത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന ദിൽ ലീവ്സ് കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നമുക്ക് എത്ര ക്രീമി ആയിട്ട് വേണോ അത്രയും തൈരാണ് നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല കോട്ട് ചെയ്തിരിക്കും. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ സബോളയും അരിഞ്ഞതും അതുപോലെ തന്നെ കുക്കുംബർ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഓരോ കുക്കുംബറിലും ഈ ക്രീമി സോസ് നല്ല രീതിയിൽ കിട്ടണം. അപ്പോൾ ഇതൊരു ബ്രഞ്ചായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഹെൽത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ.